മലയാളികൾക്കൊരിക്കലും മറക്കാനാകാത്ത താരമാണ് നടി അഭിരാമി. അഭിരാമിക്ക് ഇടയ്ക്ക് വെച്ച് ചില റോളുകൾ ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല വണ്ണമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അഭിരാമി ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിൽ മെലിഞ്ഞ പഴയതിനേക്കാൾ സുന്ദരിയായി നിൽക്കുകയാണ്. കുറച്ചധികം നാളുകളായി തന്നെ മലയാള സിനിമയിൽ ഉള്ളതുകൊണ്ട് അഭിരാമിയുടെ മാറ്റം നന്നായി മനസ്സിലാവുന്നവരാണ് മലയാളി പ്രേക്ഷകർ. അക്കൂട്ടത്തിൽ മലയാളി പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് വീണ്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിരിക്കുകയാണ് അഭിരാമി. ഇടക്കാലത്ത് വെച്ച് അഭിരാമി വണ്ണം വെച്ചെങ്കിലും ഇപ്പോൾ പഴയതിനേക്കാൾ സുന്ദരിയായി മെലിഞ്ഞ് ഇരിക്കുകയാണ് എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഒരാൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ അവരെ അത് പറഞ്ഞ ആശംസകൾ അറിയിക്കുക, അത് അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നതൊക്കെ അവർക്ക് വളരെയധികം സന്തോഷമുള്ളത് തന്നെയായിരിക്കും. അഭിരാമിക്കും അത് സന്തോഷം തന്നെയായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർ അഭിരാമിക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഏറ്റെടുക്കുന്നുണ്ട്. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് അഭിരാമി പോസ്റ്റ് പങ്കുവയ്ക്കുന്നത്. അതും വളരെയധികം സന്തോഷമുണ്ട് എന്നും പ്രേക്ഷകർ കാത്തിരുന്നുവെന്നും അവർ കമൻറ്റ് ചെയ്യുന്നു. ഈ ഇടയ്ക്കാണ് താരം ഒരു അമ്മയാണ് എന്നും അമ്മയാകിയത് ദത്തെടുത്തിട്ടാണ് എന്നുമൊക്കെ താരം വെളിപ്പെടുത്തിയത്. സാധാരണ ദത്തെടുക്കുകയാണ് എന്ന് പലരും പറയാറില്ല. പക്ഷേ അഭിരാമി വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. നാളെ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇൻ്റർനെറ്റിൽ പരന്നു കിടക്കും. എന്നാൽ ആ കുഞ്ഞ് അത് അറിയുന്നതിൽ പ്രശ്നമില്ല. അത് പറഞ്ഞു തന്നെയാണ് വളർത്തുക. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതിനെ പറ്റിച്ചതുപോലെയാകും. നാളെ ഒരിക്കൽ അതെങ്ങനെയെങ്കിലും അറിയുമ്പോൾ അതിനൊരു വിഷമം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ശരിക്കും പറഞ്ഞാൽ അഭിരാമി തിരഞ്ഞെടുത്ത ഒരു മാർഗം. അഭിരാമിയുടെ മനസ്സുകൊണ്ട് തന്നെ അഭിരാമി ഇന്ന് ആ കുഞ്ഞിന് അമ്മയായി തന്നെയാന്ന് പറയാം. 3 പതിറ്റാണ്ടോളമായി തന്നെ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന സിനിമയിൽ അവർ നിൽക്കട്ടെ. കഴിഞ്ഞ വർഷം ഇറങ്ങിയ തഗ് ലൈഫ് കണ്ട അഭിരാമിയെ അല്ല ഇപ്പോൾ നിൽക്കുന്നത്. 2025 കമലഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത തഗ് ലൈഫ് എന്ന ചിത്രം റിലീസ് ചെയ്തത്. അതിൽ കമൽഹാസന്റെ ഭാര്യയായി അല്പം പ്രായമുള്ളൊരു കഥാപാത്രത്തെയാണ് അഭിരാമി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ശാരീരിക സൗന്ദര്യം വലിയ വിഷയമേ ആയിരുന്നില്ല. എന്നാൽ കൃത്യം ഒരു വർഷം കഴിയുമ്പോഴേക്കും അഭിരാമി ബോഡി ട്രാൻസ്ഫോർമേഷൻ ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രേക്ഷകരെല്ലാം വളരെയധികം സ്നേഹത്തോടെയാണ് അത് ഏറ്റെടുക്കുന്നത്. മെലിഞ്ഞ സുന്ദരിയായി എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്ന് പലരും ചോദിക്കുകയും അമ്പരപ്പോടെ തന്നെ അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെയായി എന്ന് കമന്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ വാസ്തവം എന്താണെന്ന് വെച്ചാൽ തുടക്കം മുതലേ അഭിരാമിക്ക് ലഭിച്ച കഥാപാത്രങ്ങളെല്ലാം തന്റെ യഥാർത്ഥ പ്രായത്തേക്കാൾ 2 ഇരട്ടി കൂടുതൽ വേഷങ്ങളാണ്. വിരുമാണ്ടി എന്ന ചിത്രത്തിൽ കമൽഹാസന്റെ നായികയായി അഭിനയിക്കുമ്പോൾ 19 വയസ്സ് മാത്രമേ അഭിരാമിക്കുണ്ടായിരുന്നുള്ളൂ. തഗ് ലൈഫിൽ യങ് സുന്ദരിയായി വന്ന തൃഷയ്ക്കും കമൽഹാസന്റെ ഭാര്യയായി പ്രായമുള്ള സ്ത്രീയായി വന്ന അഭിരാമിക്കും 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്നത് ആരാധകരെ അമ്പരപ്പായിരുന്നു. വാസ്തവത്തിൽ ഇപ്പോഴാണ് അഭിരാമിക്ക് താൻ ആഗ്രഹിക്കുന്ന പോലെ വിധത്തിൽ ജോണറുള്ള അവസരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് മെലിയാനും അതനുസരിച്ച് തന്നെ രൂപമാറ്റം നടത്താനും അഭിരാമിക്ക് സാധിക്കുന്നുണ്ട്. അതും ഒരു വലിയ കാര്യം തന്നെയാണ്. പ്രേക്ഷകർ അംഗീകരിക്കുന്ന ഒരു താരത്തിലേക്ക് അത് വളരെയധികം തന്നെ നീങ്ങാൻ അഭിരാമിക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.